السلام عليكم ورحمة الله وبركاته بسم الله والحمد لله അബ്ആലു സുന്നത്തുകൾ അഥവാ സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന അബ്ആലു സുന്നത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ അല്ലെങ്കിൽ ഇമാമോ ഒഴിവാക്കി. അത് ഒഴിവാക്കുന്നത് മനഃപൂർവ്വമാണ് ഒഴിവാക്കിയത്, മറന്നുകൊണ്ടല്ല, മനഃപൂർവ്വം ഒഴിവാക്കി. എന്നിട്ട് അതിലേക്ക് മനഃപൂർവ്വം തന്നെ അറിവോട് കൂടെ തന്നെ മടങ്ങുകയും ചെയ്തു. അങ്ങനെ മടങ്ങുകയും ചെയ്താൽ ആ അഥവാ മറന്നുകൊണ്ട് അയാള് മറ്റൊരു ഫർളിലേക്ക് എത്തിച്ചേർന്നാൽ അഥവാ മറ്റൊരു ഫർളിന്റെ പരിധിയിലേക്ക് കടന്നതിന് ശേഷമാണ് മടങ്ങിയതെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലായി. ഉദാഹരണത്തിന്, ഒരാള് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഒഴിവാക്കി മനഃപൂർവ്വം. എന്നിട്ട് അയാള് മനഃപൂർവ്വം നൃത്തത്തിന്റെ പരിധിയിലേക്ക് എത്തി. എന്നതിന് ശേഷം വീണ്ടും അത്തഹിയ്യാത്ത് നിർവഹിക്കാൻ വേണ്ടി മടങ്ങലോടുകൂടെ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. മറ്റൊന്ന്, ഒരാൾ ഖുനൂത്ത് ഒഴിവാക്കി. ഖുനൂത്ത് ഒഴിവാക്കിയതിന് ശേഷം റുക്കൂഇന്റെ പരിധിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് അയാൾ വീണ്ടും ഇഅ്തിദാലിലേക്ക് മടങ്ങുന്നതെങ്കിൽ അതും മനഃപൂർവ്വം. ഇങ്ങനെ ചെയ്യൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതാണ്. നേരെ മറിച്ച് ഈ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അതുപോലെ ഇമാമും ഈ സുന്നത്ത് മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു, അതായത് മനഃപൂർവ്വമല്ല, മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഫർളുമായി ബന്ധപ്പെടുന്നതിന്റെ മുൻപാണെങ്കിൽ അയാൾക്ക് ഈ അബ്ആലു സുന്നത്ത് നിർവഹിക്കാൻ വേണ്ടി തിരിച്ചു വരൽ പറ്റുന്നതാണ്. അങ്ങനെ തിരിച്ചു വരൽ തന്നെ സുന്നത്തേ ഉള്ളൂ. എന്നാൽ ഈ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ അയാള് മറ്റൊരു ഫർളുമായി ബന്ധപ്പെട്ടില്ല എങ്കിലും നേരത്തെ പറഞ്ഞ പരിധിയിലേക്ക് കടന്നു കഴിഞ്ഞാല് സഹ്വിന്റെ സുജൂദ് ചെയ്യലും അനിവാര്യമാണ്. അപ്പൊ അതെങ്ങനെ? ഒരാള് ഒന്നാം അത്തഹിയ്യാത്ത് മറന്നുകൊണ്ട് നൃത്തത്തിന്റെ പരിധിയിലേക്ക് കടന്നു. അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഒന്നാം അത്തഹിയ്യാത്ത് ഓതിയില്ല എന്ന്. എന്നാലോ നൃത്തത്തിലേക്ക് പ്രവേശിച്ചിട്ട് അഥവാ നൃത്തത്തിന്റെ ഫർളിലേക്ക് അയാൾ കടന്നിട്ടുമില്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഒന്നാം അത്തഹിയ്യാത്തിലേക്ക് ഇരിക്കാം. പക്ഷെ അയാൾ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇപ്രകാരം തന്നെ ഒരാൾ ഖുനൂത്ത് മറന്നുകൊണ്ട് അയാൾ സുജൂദിന്റെ പരിധിയിലേക്ക് എത്തി, പക്ഷെ സുജൂദിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അയാൾ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യണം. കാരണം ആ നേരത്തെ പറഞ്ഞ റുക്കൂഇന്റെ പരിധി വിട്ടുകടന്ന കാരണത്താൽ അയാൾ എന്ത് ചെയ്യണം? സഹ്വിന്റെ സുജൂദ് ചെയ്യണം. എന്നാല് ഈ മറന്നുകൊണ്ട് സംഭവിച്ചത് തന്നെ അയാള് മറ്റൊരു ഫർളുമായി ബന്ധപ്പെട്ടതിന്റെ ശേഷമാണ് ഓർമ്മ വരുന്നത്. അഥവാ ഒന്നാം അത്തഹിയ്യാത്ത് നഷ്ടപ്പെട്ടു, അയാൾ നൃത്തത്തിലേക്ക് അഥവാ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു ഫാത്തിഹ തുടങ്ങിയതിന്റെ ശേഷമാണ് അയാൾക്ക് ബോധ്യമാകുന്നത് ഒന്നാം അത്തഹിയ്യാത്ത് നഷ്ടപ്പെട്ടു. ഇതേപോലെ തന്നെ ഇഅ്തിദാൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് അയാൾക്ക് ബോധ്യപ്പെടുന്നത് ഖുനൂത്ത് ഓതിയിട്ടില്ല എങ്കിൽ അവിടെ പിന്നെ തിരിച്ചു വരാൻ പറ്റുകയില്ല. കാരണം മറ്റൊരു ഫർളിലേക്ക് അയാൾ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്രവേശിച്ചതിന് ശേഷം അഥവാ മറ്റൊരു ഫർളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നെ അയാള് ഖുനൂത്ത് നിർവഹിക്കാനോ ഒന്നാം അത്തഹിയ്യാത്ത് നിർവഹിക്കാനോ വേണ്ടി മടങ്ങൽ കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നതാണ്. പക്ഷെ ഈ ബാത്തില് തന്നെ ഇത് ഇങ്ങനെ മടങ്ങൽ ഹറാമാണെന്നോ ഇതുകൊണ്ട് ബാത്തിലാകുമെന്നോ അറിവില്ലാതെയോ അല്ലെങ്കിൽ അങ്ങനെ തീരെ അതിനെക്കുറിച്ച് ബോധമില്ലാതെയോ ആണ് ഒരാൾ മടങ്ങിയതെങ്കിൽ അയാളുടെ നിസ്കാരം അതുകൊണ്ട് ബാത്തിലാവുകയും ഇല്ല. അപ്പൊ അങ്ങനെ ഇത് ഹറാമാണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ഒരാൾ മടങ്ങി അഥവാ അങ്ങനെ മടങ്ങാൻ പറ്റില്ല അഥവാ മറ്റൊരു ഫർളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അബ്ആലു സുന്നത്തുകൾ എടുക്കാൻ വേണ്ടി സുന്നത്തിലേക്ക് തിരിച്ചു വരരുത് എന്ന് അറിവില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ അറിയാതെ ഒരാൾ മടങ്ങൽ കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ അങ്ങനെ മടങ്ങിയാൽ തന്നെ ഉടനെ തന്നെ അയാൾ വീണ്ടും ആ എത്തിച്ചേർന്ന ഫർളിലേക്ക് തന്നെ തിരിച്ചു വരണം. മാത്രവുമല്ല സഹ്വിന്റെ സുജൂദ് ഈ ഒരു കാരണത്താൽ അഥവാ ഇങ്ങനെ ഒരു മറവി സംഭവിച്ച കാരണത്താൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും വേണം. ശ്രദ്ധിച്ചുകൊണ്ട് അമല് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.